ഉണ്ടാക്കുമത്രേ. മന്ത്രിയുടെ വിടവാങ്ങൽ സമ്മാനം എങ്ങനെയുണ്ട്? എന്നിട്ട് ഈ പേര് മാറ്റിയിട്ടോ? ഈ ബന്ദ് ഹർത്താലായില്ലേ, അതുപോലെ മന്ത്രിയുടെ പുത്തി നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ജാതി പേരുകൾ മാറ്റി അവർ സമത്വം കൊണ്ടുവരുമായിരുന്നു. പഴങ്കഞ്ഞി വിളമ്പിയിട്ട പാലട പ്രഥമൻ എന്ന ബോർഡ് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധി എന്തായാലും അപാരം തന്നെയാണ്. മന്ത്രി സാറേ, പണ്ട് നിങ്ങൾ കൂക്കി വിളിച്ച ഈ ജാംബുവായിൽ ഒന്ന് ചെന്ന് നിങ്ങൾ നോക്കണം. ഒരു ജനതയെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തികമായി എങ്ങനെ ഉയർത്താം എന്നതിന് നേർസാക്ഷ്യം അവിടെ ചെന്നാൽ കാണാം. പേര് മാറ്റിക്കോളൂ, പക്ഷേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ മികച്ചതാക്കണം. വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തണം. സാമൂഹ്യ വിരുദ്ധ ശക്തികളെ തീണ്ടാപ്പാടകലെ നിർത്തണം. ഭൗതികതയോടൊപ്പം ആത്മീയ ഉയർച്ചയ്ക്ക് അവസരം വേണം. അവരുടെ സാംസ്കാരിക സമ്പത്തുകൾ അവരുടെ അഭിമാനമായി മാറണം. അപകർഷതാബോധം ഉണ്ടാകാത്ത വിധം അവരെ സ്വാഭിമാനികളാക്കണം. സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവരെ ഒരു ഭാഗത്ത് വേർതിരിച്ചിടാതെ സാമൂഹികമായ ഇടപഴകലിന് അവസരം വരുന്ന വിധം ഇനി ഉണ്ടാക്കുന്ന താമസ സ്ഥലങ്ങളിലെങ്കിലും അത് ക്രമീകരിക്കണം. എന്നും ആനുകൂല്യങ്ങളെ മാത്രം ആശ്രയിച്ച ഒരു സമൂഹത്തിനും മുന്നേറ്റം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് അവരിൽ സംരംഭകരുണ്ടാകണം. പുത്തൻ തൊഴിൽ മേഖലകൾ വെട്ടിപ്പിടിക്കാൻ അവർക്ക് കഴിയണം. അതിനൊക്കെ ഭരണകർത്താക്കൾക്ക് ഇത്തിരി ആത്മാർത്ഥത വേണം. എന്നാൽ കോളനികൾ സ്വയം കൊട്ടാരങ്ങളോ കോവിലകങ്ങളോ ഒക്കെ ആകും. ചത്താൽ കിടക്കാൻ പോലും സ്ഥലമില്ലാത്തവരുടെ നെറ്റിയിൽ പുതിയ പേര് ചാർത്തിയിട്ട് എന്താണ് ഫലം? ആടിനെ പട്ടിയാക്കുന്നവനെ, നിന്റെ പേരാണോ ചകാവ്?